ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിചാരിക്കും കാണുമ്പോൾ കേക്കാണെന്ന്, പക്ഷേ കേക്കല്ല. ഞാനൊരു ബ്രൗണി ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു. ഇതിപ്പം കേക്ക് ബ്രൗണി എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിൽ അതിൽ നിന്ന് നല്ല ചോക്ലേറ്റിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു ബ്രൗണി ആയിരുന്നു. കഴിക്കാൻ നല്ലതായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കി കുറച്ച് ചോക്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് ഇതാക്കിയെടുക്കാം. പക്ഷെ സാധാരണ ബ്രൗണിയൊക്കെ സ്ക്വയർ ഷേപ്പായിട്ടല്ലേ കിട്ടുന്നത്. എൻ്റെ അടുത്ത് മറ്റേ സ്ക്വയറിൻ്റെ അതില്ലായിരുന്നു, കേക്ക് ടിൻ ഇല്ലായിരുന്നു ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റൗണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ചോക്ലേറ്റിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കറക്റ്റ് അളവൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. പിന്നെ ഞാനൊരു ഊഹം വെച്ചിട്ടുള്ള അളവൊക്കെ അങ്ങ് എടുക്കുകയാണ്. ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കാൻ, ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് പോയാലോ എന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിനകത്ത് നമുക്ക് ബേക്കിംഗ് പൗഡറൊന്നും ആഡ് ചെയ്യേണ്ട. പിന്നെ വാനില എസൻസും അതൊന്നും ഫ്ലേവറൊന്നും വേണ്ട. നമ്മൾ ചോക്ലേറ്റും മാത്രമാണ് ഇതിൻ്റെ ബേസ് മെയിനായിട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുട്ടയ്ക്കകത്ത് നല്ലോണം പഞ്ചസാരപ്പൊടി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല. എനിക്ക് നന്നായിട്ട് കിട്ടുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. എന്നാലും കിട്ടുന്നെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ചോക്ലേറ്റും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതം നമുക്ക് ഇതിനകത്തോട്ട് ആ മുട്ട ബീറ്റ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മൈദാപ്പൊടിയും പിന്നെ കുറച്ച് ഒരു സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പൊടിയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് ഇപ്പം ഈ സ്റ്റേജിൽ നമുക്ക് നല്ല ലിക്വിഡായിട്ട് വന്നില്ലെങ്കിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്താൽ മതി. ഇതിപ്പം ആൾറെഡി നല്ല ലൂസായിട്ട് വരുന്നുണ്ട്, ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വിചാരിച്ചു എനിക്കിതിനകത്ത് ഇനി പാൽ ഒഴിക്കേണ്ടി വരുമെന്ന്, പക്ഷേ വന്നില്ല. ആ ഒരു മുട്ടയുടെ അളവിന് അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. സാധാരണ ഈ ബ്രൗണി എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയറായിട്ടൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കേക്ക് ടിന്നിനകത്തൊക്കെയാണ് സാധാരണ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു റൗണ്ട് കേക്ക് ടിന്നിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഓയിലൊക്കെ തടവിയിട്ട് ബാറ്റർ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം നമുക്ക് നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ ഓവനില്ല. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിനകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. അപ്പം നമ്മൾ ഇത് ഇപ്പം നമുക്ക് ചോക്ലേറ്റൊക്കെ മുകളിലിട്ടേക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പം ഞാൻ റൊട്ടി ഉണ്ടാക്കുന്ന തവയുടെ മണ്ടയ്ക്ക് പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്കല്ലല്ലോ ബ്രൗണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തങ്കിത്തും അബിയും വരുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അവർ വരുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. പക്ഷെ നല്ല സോഫ്റ്റ്, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. വേറൊരു ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് കേക്കിൻ്റെ പോലത്തെ ടേസ്റ്റ് അല്ല, അത് വേറൊരു രീതിയിലാണ്. എനിക്ക് പുതിയൊരു ടേസ്റ്റാണ് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അങ്കിത്തിനും അബിക്കുമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. രണ്ട് സൈഡും മാറ്റി കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം, ബ്രൗണിയുടെ ഷേപ്പിൽ. അങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ് രണ്ട് സൈഡും ഞാൻ മാറ്റി വെച്ചത്. എന്നിട്ട് സ്ക്വയറായിട്ട് തന്നെ പീസാക്കി എടുക്കാമെന്ന് വിചാരിച്ച്.
അപ്പം കേക്ക് മാതിരി ഉണ്ട്, പക്ഷെ നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും നല്ല കുറച്ചൊന്ന് വായിലോട്ട് വെക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഒരു ടെക്സ്ചർ ഉണ്ടായിരുന്നു. അപ്പം നല്ലതായിരുന്നു കഴിക്കാൻ. പക്ഷേ എപ്പോഴും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, എപ്പോഴും കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റും അതൊന്നും കാണത്തില്ലല്ലോ. അപ്പം ഇത് ബാക്കി വന്നപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ ഇവിടെ അങ്കിത്തിനും അബിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നല്ലതായിരുന്നു. അപ്പോൾ അങ്കിത്തും അബിയൊക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പം ഞാൻ കൊടുത്തതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാക്കണേന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എപ്പോഴും കേക്ക് മാത്രമല്ല ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, ഇത്രയും കുറച്ചെങ്കിലും നന്നായിട്ട് കിട്ടിയത്. അപ്പം അങ്കിത്തിനും അബിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇരുന്നത് കൊണ്ട് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.